ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഓൺ ആക്കണ്ട. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു 2 കോഴിമുട്ടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടത്, എത്രയാണോ കോഴിമുട്ട എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവിലും വ്യത്യാസം വരും. അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 10 രൂപയുടെ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം കൂടെ മിക്സായി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാനിതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ മതി എന്നുള്ളവർക്ക് അതെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ പാലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇവിടെ 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷവും ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ആ തേങ്ങയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു നെയ്യും കൂടെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഇനി വേണ്ടത് റവയാണ്. വറുത്ത റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. റവ കട്ടയാവാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നെയ്യ് ഒഴിച്ചെടുത്തതിന് പകരം നിങ്ങൾക്ക് ബട്ടറാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ദാ ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഓണാക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു അടപ്പിൻ്റെ ഹോളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പേപ്പർ തിരികെ വെച്ച് കൊടുക്കണം. അതൊന്ന് എയർ ടൈറ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ്. ഒരു 7-8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇത്. നമുക്ക് എടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇത് അടച്ചു വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് മാത്രം ഇത് ഈ ഒരു ഭാഗം വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.